ചെറിയൊരു വിഷു സെലിബ്രേഷൻ കണ്ടാൽ ആദ്യം തന്നെ നമുക്ക് കൊന്നപ്പൂന്ന് തുടങ്ങാം. കുറേ വർഷം മുന്നേ ഞങ്ങളെ വീട്ടിൽ ഈ കൊന്നപ്പൂ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു ടൈം ആകുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് പറിച്ചു കൊണ്ടുവരലായിരുന്നേ. ഈ ഒരു മരം ഇവിടെ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ കൊന്നപ്പൂ പറിക്കാൻ. വിഷുവിൻ്റെ തലേന്ന് ചിക്കൻ കറിയുടെ കൂടെ ഉണ്ണിയപ്പോ നെയ്യപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അമ്മ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇപ്രാവശ്യം ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ അടുത്ത പരിപാടി ചെറിയൊരു വിഷു ഷൂട്ടാണ്. പാടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ദക്ഷിൻ്റെയും ധൻവേൻ്റെയും കുറച്ച് വിഷു ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള കൊന്നപ്പൂവൊക്കെ പറിച്ച് കുട്ടികളൊക്കെ റെഡിയാക്കി ഞങ്ങളിതാ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാടത്തേക്കാണ് പോകുന്നത്. ദക്ഷിക്കും ധന്വിക്കും അത്ര വലിയ ക്ഷമയൊന്നുമില്ല. പക്ഷേ ഇത് രസമല്ലേ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഇവരെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവരെ ഓരോന്ന് പറഞ്ഞ് മയക്കി ഫോട്ടോസൊക്കെ എടുപ്പിക്കുകയായിരുന്നു. എന്ത് ഫോട്ടോയാ വേണ്ടത്? കാറ്റടിക്കുമ്പോ ഇത് ദക്ഷിന്റെ പുതിയൊരു പോസാണ്. അതായത് കാറ്റടിക്കുമ്പോൾ ഷർട്ട് പറക്കണ ഫോട്ടോ വേണം നമ്മൾ എടുത്തു കൊടുക്കാൻ. ഇഷ്ടപ്പെട്ടോ? ഒരു മരോ അങ്ങനെ ഞങ്ങളെ ഇന്നത്തെ വിഷു ഷൂട്ടൊക്കെ കഴിഞ്ഞു. എല്ലാരും ക്ഷീണിച്ചു അല്ലേ? ക്ഷീണിച്ചില്ലേ? ഞങ്ങള് വീട്ടിൽ പോണം, പിന്നെ ചായ കുടിക്കണം. കുറച്ച് വൈകിട്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് ടൗണിൽ പോയി. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അമ്മേൻ്റെ കൂടെ ടൗണിൽ പോകാൻ, നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ സദ്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ ഫ്രണ്ട്സിനെ കാണാനാണ്. ഞങ്ങൾ പണ്ട് ഇതുപോലെ എപ്പോഴും കൂടുമായിരുന്നു. പിന്നെ അവളെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിൽ വന്നു. ഇതാ ഉണ്ണിയപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് മേലൊക്കെ കഴുകി ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനും അമ്മയും കൂടെ നാളേക്കുള്ള കണി റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ കണി കാണാൻ വേണ്ടി എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. കുട്ടികളൊക്കെ ഉറക്കത്തുനിന്ന് എടുത്തുകൊണ്ടുവന്നതായതുകൊണ്ട് അവർക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവരെ പിന്നെയും കൊണ്ടുപോയി ഉറക്കി. പിന്നെ നമ്മൾ നേരെ പോയത് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളങ്ങനെ ഒരുപാട് പടക്കമൊന്നും വാങ്ങാറില്ല. ജസ്റ്റ് പൂത്തിരി, മത്താപ്പൂ, ഓലപ്പടക്കം, അങ്ങനെ കുറച്ച് വിഷു ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പടക്കങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇപ്രാവശ്യം നല്ല വെടിക്കെട്ട് പോലെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ദക്ഷിന്റെ ഉറക്കം മുഴുവനായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തലേണൊക്കെ എടുത്ത് വന്നിട്ട് അവൻ കിടന്നായിരുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ തന്നെ നീച്ച് കുളിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇത് ഞങ്ങൾക്ക് വളരെ ഒരു എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഉള്ള അമ്പലമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വൃത്തിയുള്ള മാങ്ങയായിരുന്നു. പക്ഷേ
സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് പറക്കാൻ പറ്റില്ല. ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ അടുത്ത സദ്യക്കുള്ള പരിപാടി നോക്കട്ടെ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടമൊക്കെ കിട്ടി. ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു അടിപൊളി വിഷു ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിഷു ആഘോഷങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ വിഷു ആഘോഷം കഴിഞ്ഞിട്ട്